തൃശൂർ ജില്ലയിലെ മാള പട്ടണത്തോട് ചേർന്ന് മാള പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സ്വപ്നതുരുത്താണ് ഹെവൻസ് വില്ലേജ്. കഠിനമായ രോഗത്താലും വാർദ്ധക്യത്താലും ഒറ്റപ്പെട്ട മനുഷ്യർക്ക് അഭയകേന്ദ്രമായി കൂടെയെത്താൻ ഒരിടം. അതാണ് ഹെവൻസ് വില്ലേജ്. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മീനി നിറയെ കരയല്ലേ കൽബിൽ മണിയെ കൽക്കണ്ട കനിയല്ലേ അരിമുല്ല പൂവളപ്പിൽ പടച്ച വിരിച്ച പൂമലരല്ലേ അഴകിൻ്റെ പൂന്തൊപ്പിലാടാൻ വന്നൊരു മയിലല്ലേ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മീനി നിറയെ കരയല്ലേ കൽബിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. ഹെവൻസ് വില്ലേജ് നമ്മൾ പറയുമ്പോൾ ഒരു സ്വർഗീയ ഗ്രാമം എന്നൊക്കെയാണല്ലോ അതിൻ്റെ പേര്. അപ്പോൾ ആ പേരിനെ തന്നെ അന്വർത്ഥമാക്കുന്ന ഒരു വഖഫാണ് ബേസിക്കലി ഇതിന് പിന്നിലുള്ളത്. എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഈ ഭൂമിയിൽ തന്നെ കുറേ പേർക്ക് ആരുമില്ലാതായി പോയ ആളുകൾക്ക് ഒരു സ്വർഗീയ ഒരു വീട് അതല്ലെങ്കിൽ ഒരു ഇടം ഒരുക്കാൻ സാധിക്കുക എന്നുള്ളതോടൊപ്പം നാളെ പരലോകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും മികച്ച സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ട് കൂടിയാണ് നമ്മളിതിനെ വരവ് വെക്കുന്നത്. 2 ഷഹീദുകളായ ഉമ്മമാരുടെ ഒരു സ്മരണയെ മുൻനിർത്തിയിട്ടാണ് ഇതിൻ്റെ വഖഫ് സംഭവിക്കുന്നത്. ഇപ്പോൾ നൗഷാദ് സാഹിബും അഷറഫ് സാഹിബും ഇതിനുവേണ്ടി വഖഫ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം ഇന്ന് അത് പൂവണിഞ്ഞിരിക്കുകയാണ്. അവർക്കിപ്പോൾ ഇന്ന് എത്രയോ ഉമ്മമാരാണ്, 30-40 ഉമ്മമാരെയാണ് അവർ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ ചിലർ അള്ളാഹുലേക്ക് ഇവിടെ വന്നതിന് ശേഷം യാത്രയായി കഴിഞ്ഞു. അപ്പോൾ ഈ വഖഫ് നമ്മളെല്ലാവരും ചേർന്ന് മാളയിലുള്ള സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ അതിനുശേഷം സമീപ പ്രദേശങ്ങളിലും പിന്നീട് പുറം ലോകത്തുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുകൂടിയാണ് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമം എന്നുള്ള നിലക്ക് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഒരു അനുഭവ സാക്ഷാത്കാരം കൂടിയായിട്ടാണ് ഈ വഖഫ് മാറിയിട്ടുള്ളത്. പുഞ്ചിരിക്കുന്ന ഈ മുഖങ്ങളാണ് ഹെവൻസിൻ്റെ സമ്പാദ്യം. ആരോരും തുണയില്ലാത്ത തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള ഒരുപാട് മനുഷ്യർ ഇവിടെ പരിചരണത്തിനുണ്ട്. ഈ ഓരോ മനുഷ്യർക്കും അന്തസ്സോടെയുള്ള താമസവും ഭക്ഷണവും ചികിത്സയും പരിഗണനയും സ്നേഹവും കെയർ ഹോമിലൂടെ ഹെവൻസ് ഉറപ്പു നൽകുന്നു. 2018 ഹെവൻസ് വില്ലേജ് എന്ന സ്വപ്ന പദ്ധതിക്ക് രൂപം നൽകുന്നത്. കിടപ്പിലായവർക്ക് പാലിയേറ്റീവ് സൗകര്യങ്ങൾ ഒരുക്കുന്നത് കൂടാതെ മാളയിലും പരിസരത്തുമുള്ളവർക്കും ഏതു സമയത്തും ആശ്രയിക്കാവുന്ന ആംബുലൻസ് സൗകര്യവും ഹെവൻസ് ഉറപ്പു നൽകുന്നു. വിവിധ മെഡിക്കൽ ഗ്രൂപ്പുകളുമായി ചേർന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, ഡയാലിസിസ് കിറ്റ്, മറ്റ് സ്വയം തൊഴിൽ പദ്ധതികൾ, പലിശരഹിത അയൽക്കൂട്ടായ്മകൾ എന്നിവയിലൂടെ ഹെവൻസ് നിരാലംബരെ ചേർത്ത് നിർത്തുകയാണ്. പാദത്തിൽ
ദൈനംദിന പ്രവർത്തനങ്ങളിലും ചികിത്സാവശ്യങ്ങളിലും വിവിധ സംഘടനകളുമായി ചേർന്ന് വിനോദ വിജ്ഞാനങ്ങൾ സമന്വയിപ്പിച്ച് സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഹെവൻസ് ടീം കുടുംബമായി തന്നെ കൂടെയുണ്ട്. ആയിട്ടാണ് വന്നത്. ഓർമ്മയൊന്നുണ്ടായില്ല. പിന്നീട് ഇപ്പൊ കുറച്ച് നാളായി പിന്നെയാണ് ഉണ്ടാകാൻ തുടങ്ങിയത് വർത്തമാനം. എല്ലാരും നല്ല സന്തോഷത്തില് നമ്മൾക്ക് സന്തോഷമായി, എല്ലാ സ്ഥലത്തും സന്തോഷം കിട്ടി. സാധാരണ ലൈഫാണ് എൻ്റെ. ആ ലൈഫിൽ കൂടെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം, സാറ്റിസ്ഫാക്ഷനാണ്. ആ കരുതുന്ന യാതൊരു സംശയമില്ല. ആയിരം കണ്ണുമാ കപ്പിലും ഓടുന്ന നീയെന്നും പറഞ്ഞവൻ പെങ്കിലി മലർ പെങ്കിലി. ഇതിന്റെ ഒരു ആദ്യഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു 101 ഉമ്മമാരുടെ കോൺട്രിബ്യൂഷൻസ് ചേർത്ത് വെച്ചിട്ടാണ് ഇതിന്റെ സെക്കൻഡ് ഫേസിൽ നമ്മൾ കെയർ ഹോം എന്ന് പറയുന്ന ഈ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള ആദ്യ സംഭാവനകൾ വരുന്നത് ഈ പറഞ്ഞ ഉമ്മമാരിൽ നിന്നാണ്. അപ്പൊ അവിടെയും നമ്മുടെ ഉമ്മമാരുടെ, നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ അവരുടെ പേരിലുള്ള വഖഫ് തന്നെയായിട്ടും സംഭാവനകൾ തന്നെയായിട്ടും സ്വീകരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത്. നമുക്ക് മറ്റൊരാൾക്ക് ആശ്വാസം പകരാൻ പറ്റുന്ന ഒരിടം എന്നുള്ളതോടൊപ്പം നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന പരലോകത്തേക്കുള്ള ഒരു പ്രതിഫലം, അതിനെ മുൻനിർത്തിയുള്ള ഒരു നീയത്ത് കൂടിയാകണം എന്നുള്ളത് ഹെവൻസിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ ആ ഒരു ബിൽഡിംഗ് എന്നുള്ള നിലക്ക് അതിന്റെ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. ഒരു വർഷത്തിലെ 365 ദിവസത്തിലും ഓരോ ദിവസത്തിലും അതിന് വരുന്നൊരു ചെലവ് മീറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉമ്മക്ക് അതല്ലെങ്കിൽ ഒരു ദിവസത്തിന് ഉമ്മമാർക്ക് മൊത്തത്തിൽ ഒരു 10,000 രൂപയുടെ അവരുടെ ശുശ്രൂഷ, അവരുടെ താമസം, ഭക്ഷണം, അതോടൊപ്പം തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് കെയർ ഹോം കെയർ, ഇതടക്കമുള്ള സംവിധാനത്തിന് ഇപ്പോൾ ഈ റമദാനിൽ നമ്മൾ കണ്ടിട്ടുള്ള 10,000 രൂപയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് അത് സമാഹരിക്കാനുള്ള ഒരു ശ്രമവും ഇപ്പോൾ നമ്മൾ നടത്തുന്നുണ്ട്. ന്യൂറോ വിഭാഗത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ മുൻനിർത്തി ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ ഇനിയും വിപുലമാക്കുന്നതോടൊപ്പം നിലവിലെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനുമായി 50 ലക്ഷത്തോളം രൂപ ഇനിയും ആവശ്യമുണ്ട്. സെൽഫ് സസ്റ്റൈനബിൾ ആവുക എന്നുള്ളത് ഏത് പ്രൊജക്ടിന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി ആദ്യ ഘട്ടത്തിൽ തന്നെ ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാനിൽ നമ്മൾ ഇതിനെ സെൽഫ് സസ്റ്റൈനബിൾ ആക്കാൻ പറ്റുന്ന പ്രൊജക്ടുകളെ കൂട്ടത്തിൽ തന്നെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ഈ ആരുമില്ലാത്ത ഈ ഉമ്മമാരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിവർത്തിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ സ്വതക്കകളിലൂടെ, സക്കാത്തുകളിലൂടെ ദൈനംദിന ചെലവുകൾക്കുള്ള സമാഹരണങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം നമ്മുടെ വലിയ പ്രൊജക്ടുകൾ, നമുക്ക് ആഗ്രഹമുള്ള, പ്രത്യേകിച്ചും അതിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ, പ്രത്യേകിച്ചും ഓരോ പഞ്ചായത്തിലും തന്നെ അതിൻ്റെ എണ്ണം വളരെ രീതിയിൽ കൂടിയിരിക്കുന്ന ഒരു സന്ദർഭമാണ് എന്ന് പൊതുവിൽ ഗവൺമെന്റിന്റെ കണക്കുകൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലും പരിസര പ്രദേശത്തുള്ള ഓട്ടിസം ബാധിച്ചതടക്കമുള്ള കുട്ടികളുടെ ഒരു സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് കൂടി ഹെവൻസിന്റെ അടുത്തൊരു പദ്ധതിയിലുണ്ട്. നിലവിലെ പദ്ധതികൾക്കൊപ്പം ഹെവൻസ് പാരാപ്ലീജിയ കെയർ, ക്ലിനിക്കൽ കൗൺസിലിംഗ് എന്നിവയും വിശാലമായ ഒരു സ്പെഷ്യൽ സ്കൂളും പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. എല്ലാ ആധുനിക സൗകര്യത്തോടെയുമുള്ള ഈ പദ്ധതിക്ക് 4 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ 1 അതുപോലെ തന്നെ 1/2 സെന്റും 2 സെന്റും ഒക്കെ ചേർന്ന് നമ്മൾ തൊട്ടടുത്തൊരു 10-30 സെന്റ് സ്ഥലം ഇതിനു വേണ്ടിയിട്ട് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടിയുള്ള ഒരു ധനസമാഹരണം നമ്മൾ നടത്തണം. അതല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റായി നമുക്ക് ആളുകളെ ലഭ്യമായാൽ നമുക്ക് അത് വളരെ അടുത്തൊരു സ്റ്റെപ്പിൽ ഹെവൻസിന് ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഹെവൻസ് വില്ലേജ് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള എല്ലാ സംരംഭങ്ങളും വിജയത്തിലെത്താൻ മുന്നിൽ നിന്നിട്ടുള്ള നിങ്ങൾ അഭ്യുദയകാംക്ഷികൾ ഈ സംരംഭവും ഏറെ അഭിമാനത്തോടെ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.